കോഴിക്കോട് നഗരത്തിലൂടെ ശ്രദ്ധയോടെ നടന്നില്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് പണി കിട്ടും. കഴിഞ്ഞ ദിവസമാണ് മാവൂർ റോഡിൽ RP മാളിന് മുൻപിലൂടെ ഫുട്പാത്തിലൂടെ സഞ്ചരിക്കവേ തകർന്നുകിടക്കുന്ന ഗില്ലിനടിയിൽ കാൽ കുടുങ്ങി യുവതിക്ക് പരിക്കേറ്റത്. സംഭവം വാർത്തയായതിനു പിന്നാലെ ആ ഭാഗത്തെ പ്രശ്നം പരിഹരിച്ചു. എന്നാൽ റോഡ് വികസനത്തിന്റെ പേര് പറഞ്ഞ് വർഷങ്ങളായി തകർന്നുകിടക്കുന്ന കോഴിക്കോട് വയനാട് റോഡിലെ ഫുട്പാത്ത് ഇനിയും നന്നാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സുരക്ഷിതമല്ലാത്ത ഫുട്പാത്തിലൂടെ സഞ്ചരിച്ച് ജനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാവുകയാണ്. അതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. കോഴിക്കോടിന്റെ നഗരഹൃദയമായ മാവൂർ റോഡിൽ RP മാളിൽ അഞ്ജലി എന്ന യുവതിക്ക് ഫുട്പാത്തിലെ തകർന്ന ഗ്രില്ലിനടിയിൽ കാലുകുടുങ്ങി പരിക്കേറ്റ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് മാത്രമല്ല, കോഴിക്കോട് നഗരത്തിലെ പലയിടങ്ങളിലും ഫുട്പാത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ല. അത് തെളിയിക്കുന്നതാണ് ഈ കാഴ്ചകൾ. നമ്മളിപ്പോൾ കണ്ടത് കോഴിക്കോട് വയനാട് റോഡിലെ ദൃശ്യങ്ങളാണ്. വയനാട് റോഡിലെ ഈ ഫുട്പാത്തിൽ പലയിടത്തും ഇതുപോലെ പാതി തകർന്നു കിടക്കുന്ന സാഹചര്യമാണ്. രാത്രികാലത്ത് എന്നല്ല, പകൽ പോലും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ അത് പറയും. ജനങ്ങൾ വഴിമാറിയൊക്കെയാണ് ഈ തിരക്കേറിയ റോഡിലൂടെയൊക്കെ ഇറങ്ങിയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് കേരള വിഷൻ ന്യൂസ് കോട്ടുള്ളിയിലെ സമാനമായ സാഹചര്യം വ്യക്തമാക്കിയത്. എന്നിട്ടും അധികൃതർ ഇതിനെതിരെ കണ്ണടക്കുകയാണ്. ഇതേക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിലെ പോകുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ച്, എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ വളരെ ഓരോ സ്റ്റെപ്പും നോക്കിയിട്ടാണ് പോകുന്നത്. അറിയാത്ത പെട്ടെന്ന് ഇതിലെ ബൈസ്റ്റാൻഡേഴ്സ് വരുന്ന സമയത്ത് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വീണു. കാരണം അത്രയും റഷുള്ള റോഡാണ്. ഈ റോഡ് കൂടെ സ്കൂൾ കുട്ടികൾ ഈ സമയത്തൊക്കെ ഇപ്പം തന്നെ നല്ല റഷാണ്. ഈ റോഡ് അടുപ്പിച്ച് വണ്ടി വരുന്ന സമയത്ത് പാസഞ്ചേഴ്സ് എന്തായാലും ഇങ്ങോട്ട് കയറുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ വീണിട്ട് കാലിൻ്റെ എല്ല് പൊട്ടുക, ഊരയ്ക്ക് സംഭവിക്കുക ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്നൊന്ന് നന്നാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. ഫുട്പാത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തകർന്നു കിടക്കുന്ന കാരണം വലിയ ദുരിതം നിങ്ങൾ നേരിടുന്നുണ്ട്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. കാരണം ഞങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ, കാരണം പെട്ടെന്ന് കാല് തെന്നി വീഴുമെന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ഈ നല്ല തിരക്കേറിയ റോഡാണ്. ഇപ്പൊ ഈ ഫുട്പാത്ത് തകർന്നതുകൊണ്ട് റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എതിരെ വണ്ടികളൊക്കെ വരുമ്പോൾ വലിയൊരു അപകട ഭീഷണി ഉണ്ടല്ലേ? സത്യമായിട്ടോ. ഇടക്ക് നമ്മൾ എടുത്തുകൂടെയൊക്കെയാണ് ക്രോസ് ചെയ്ത് പോവുക വണ്ടിയൊക്കെ. അപ്പൊ ഒന്നും ഇങ്ങോട്ട് കയറാനും പറ്റില്ല, കുഴികളല്ലേ. അങ്ങനെ കുറച്ച് പിന്നെ ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല പ്രശ്നമാവും. എങ്ങനെയാ അനുഭവം? അപ്പൊ നമ്മൾ വണ്ടികൾ വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുക ഫുട്പാത്തുകൾക്ക്. പക്ഷെ ഫുട്പാത്ത് തന്നെ ഇപ്പൊ സുരക്ഷിതമല്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ കാല് ഇതിൻ്റെ ഉള്ളിൽ പോവോ വീഴോ എന്നൊക്കെയുള്ള പേടിയാണ് നമുക്ക്. ഇവിടെ അവര് ശരിയാക്കേണ്ടിയിരിക്കുന്നു. പലർക്കും ഇങ്ങനെ പരിക്ക് പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം ഞങ്ങളിപ്പോ ശ്രദ്ധിച്ചിട്ടാണ് പോവുക. ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ ആണേലും ഇപ്പൊ മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഇതിൽ നടക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ പിന്നെ വഴി മാറി അതിലേക്ക് അങ്ങനെ പോകാറാണ്. നിങ്ങൾ ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുമ്പോഴേ ഇങ്ങനെ ഈ ഫുട്പാത്തിന്റെ ഇടയിൽ പൊട്ടി നിൽക്കുന്നതുകൊണ്ട് അപകട ഒരു ഭീഷണി നേരിടുന്നുണ്ടല്ലേ? കുട്ടികളൊക്കെ പോകുമ്പോ ബസ്സുകളൊക്കെ പോകുമ്പോ ഈ നടക്കുമ്പോ അപ്പുറത്ത് ചളിയാണ്. പിന്നെ ഇത് കൂടി നടക്കാനും പാടില്ല. ഒരു സാരോ ഊണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ വാഴ വെച്ചിട്ട് ഒരു നടപടിയില്ല. ഇല്ല, വാഴ വെച്ചത് മാത്രമേ ഉള്ളൂ. നല്ല മനസ്സുള്ള ഏതോ മനുഷ്യരാണ് ജനങ്ങൾ ഈ ദുരിതം കാണാനായി വാഴ കൊണ്ടുവച്ചത്. പക്ഷേ ഈ ദുരിതം അധികൃതർ മാത്രം കാണുന്നില്ല. അവർ കണ്ണടച്ചു തന്നെ നിൽക്കുകയാണ്. എന്ന് ഇതിന് പരിഹാരം കാണുമെന്നുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.